ഞങ്ങൾ ഹൗസ് ബോട്ടിലേക്ക് കാലെടുത്ത് വെച്ച് കയറി. അപ്പോൾ പുതിയൊരു എപ്പിസോഡ്, അതായത് ആലപ്പുഴയുടെ അല്ലെ കുട്ടനാടിൻ്റെ ഒരു മനോഹരമായ എപ്പിസോഡിലേക്ക് സ്വാഗതം. റൂമിലേക്ക് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. ബോട്ടുകളൊക്കെ അപ്പുറത്തോടെ പോയിക്കൊണ്ടിരിക്കുന്നു. വെൽക്കം ടു വെയർ? ആലപ്പുഴ. Battle Alapura. Boathouse. It's Battle, is it not? Yeah. I just want to go see where the hammocks is. Are you going to walk with me? Yeah. You can go to the deck as well. Yeah. Small, Shall we? I'm going to leave this one here. Close the door just to keep it cool. Keep the fan on. Yeah. We have a deck area and dining area here on top, no? Yes. That's a dining area. Hi, hello. Hello. See, ഞങ്ങളൊരു ഗ്രൂപ്പ് ടീമിൻ്റെ കൂടെയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഇച്ചിരി വലിയൊരു ബോട്ടാണ്. അങ്ങനെ ഞങ്ങൾ ഏറ്റവും ബോട്ടിൻ്റെ ഫ്രണ്ടിൽ വന്നിങ്ങനെ ഡെക്കിൽ നിന്ന് മൊത്തത്തിൽ കാര്യങ്ങളൊക്കെ ഒന്ന് ആസ്വദിച്ച് നല്ല രസമായിട്ട് കിടക്കുമല്ലേ നമ്മൾ മറ്റ് ബോട്ടുകളൊക്കെ ഇങ്ങനെ നമ്മളെ പാസ്സായി പോകുന്നു. മരുന്ന് ഇങ്ങനെ ചോദിക്കുമായിരുന്നു ഇവിടുത്തെ ആൾക്കാരുടെ ജീവിത രീതിയും, ഇത് ഇവിടെ എല്ലാവരും ടൂറിസ്റ്റുകൾ മാത്രമാണോ വരുന്നത് അതോ ഇവിടുത്തെ നാട്ടുകാരുടെ ജീവിതം. ഞാൻ പറഞ്ഞു അതെല്ലാം നമുക്ക് കാണാം, ഇപ്പം നീ ആസ്വദിക്കുന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുവാണേ. അങ്ങനെ നല്ല വിശപ്പുണ്ടായിരുന്നു. ലഞ്ച് ടൈം വന്നു. മാര്യന് സ്പൂണും ഫോർക്കൊക്കെ സംഘടിപ്പിച്ച് കൊടുത്തു. ഞാൻ പറഞ്ഞു ഇത് കൈ കൊണ്ട് തന്നെ കഴിക്കണമെന്ന്. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ നോക്കിയിരുന്നില്ല. പക്ഷേ മാര്യനും ഇഷ്ടമായിട്ടോ, എസ്പെഷ്യലി ഫിഷ് ഫ്രൈ ഒക്കെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ മാര്യന് ഇച്ചിരി റെസ്റ്റൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് റൂമിലേക്ക് പോയി. ആ സമയത്ത് ഞാൻ ഏതൊക്കെയാലും നമ്മുടെ കപ്പിത്താനെ ഒന്ന് മീറ്റ് ചെയ്തേക്കാന്ന് വെച്ച് പുള്ളിയോട് ചോദിച്ചിട്ട് വണ്ടി പിന്നെ ബോട്ട് കുറച്ച് നേരം ഒന്ന് ഓടിക്കാൻ കിട്ടുമെന്ന് ഒന്ന് ട്രൈ ചെയ്തു. നമുക്ക് വലിയൊരു ആഗ്രഹമല്ലേ. ശരിക്കും പറഞ്ഞാൽ കുട്ടനാടുകാർക്ക് ഇത് നിത്യ അഭ്യാസമാണെങ്കിലും നമുക്കിങ്ങനെ ബോട്ട് ഓടിക്കാൻ കിട്ടുന്ന വല്ലപ്പോഴും കിട്ടുന്ന ഒരു അവസരമല്ല. അപ്പോൾ ഞാൻ മെല്ലെ ചേട്ടനൊക്കെ പോയി കണ്ട് ബോട്ട് ഓടിക്കാൻ കിട്ടുമെന്ന് നോക്കുമായിരുന്നു. നമ്മൾ കപ്പിത്താൻ സ്ഥാനം ഏറ്റെടുത്തേക്കുവാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ നയിച്ചാൽ നന്നായിട്ട് പോകുന്നു. ചുമ്മാ കേട്ടോ, ഒന്നുമില്ല, ഇത് നമ്മൾ റിലാക്സ് ചെയ്ത് വിടാവുന്ന കാര്യമുള്ളൂ. പക്ഷേ എന്നാലും അതിന് അതിൻ്റെതായ രീതികളുണ്ട്. പിന്നെ നമുക്ക് ഫോട്ടോയ്ക്ക് വേണ്ടി ചേട്ടനൊന്ന് ഒഴിവായി തന്നപ്പോൾ നമ്മൾ ചെറിയ ഗ്യാപ്പ് എടുത്ത് ഒരു 2 ഫോട്ടോ എടുത്തതേ ഉള്ളൂ കേട്ടോ. ശരിക്കും റൂമിൽ വന്നിരുന്ന് ഞാനിങ്ങനെ ആസ്വദിച്ച് കാണുമായിരുന്നു കേട്ടോ. എന്നാ ഒരു ആലപ്പുഴയുടെ ഒരു ഗ്രീനറി കേട്ടോ. ചിലപ്പോൾ തോന്നും ഇവരെത്ര ഭാഗ്യവന്മാരാ. ഇങ്ങനെ നമ്മുടെ വീടിൻ്റെ എരമ്പത്ത് വരെ വെള്ളം ഇങ്ങനെ കയറി കിടക്കുന്നു. പക്ഷേ അതിൻ്റെതായ ഗുണങ്ങളും ദോഷവും ഉണ്ടാവും ഈ ചിലപ്പോൾ. പക്ഷേ അവർ അങ്ങനെ യൂസ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആലപ്പുഴക്കാർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ലെന്ന് എനിക്ക് തോന്നിയത്. ഒത്തിരി പുതിയ റിസോർട്ടുകൾ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഈ തെങ്ങും നമ്മുടെ പച്ചപ്പും ചെന്തെങ്ങും ഒക്കെ കണ്ട് ആസ്വദിച്ചുള്ള യാത്രയാണ്. ശരിക്കും ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ മാത്രം മതി. എന്തോരം പുതിയ റിസോർട്ടുകളൊക്കെയാണ് ഇതിൻ്റെ തീരത്ത് തന്നെ ഉള്ളതെന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. നമ്മുടെ മാവുകളും പിന്നെ തെങ്ങും അങ്ങനെയുള്ള നല്ല കാഴ്ചകളൊക്കെ ആസ്വദിച്ച് കണ്ടിരിക്കുക. ചില വീടുകളൊക്കെ എന്ത് മനോഹരമായിട്ട്. ശരിക്കും ഇവിടുത്തെ ടൂറിസം നന്നായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇതിനെ നല്ല വീടുകളും നല്ല ഹൗസിങ് കോളനികളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ മനോഹരമായ കുട്ടനാടൻ പാടങ്ങൾ അങ്ങനെ അടിപൊളിയായിട്ട് കിടക്കും കേട്ടോ സ്ഥലങ്ങളൊക്കെ. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ കനാലിക്കൂടെ ഇങ്ങനെ അല്ലെങ്കിൽ ഈ കായലിക്കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പം കുട്ടനാടൻ കൃഷി നിലങ്ങളൊക്കെ കായലിനേക്കാളും താന്ന് കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഞാനത് പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കുട്ടനാട് നമ്മുടെ നെല്ലറയാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് നെല്ല് കിട്ടുന്നത്. പക്ഷേ ഇവിടുത്തെ കർഷകരെ നമ്മൾ സമ്മതിക്കണം കേട്ടോ. നോക്കി ഈ വെള്ളം ഇങ്ങനെ കൃഷി ചെയ്യുന്നതെന്ന് തന്നെ എന്നും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അതായത് അതോടൊപ്പം തന്നെ ഇവിടുത്തെ ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ഇവർ ഈ വെള്ളമായിട്ട് എന്തോരം ബന്ധപ്പെട്ടാണ് നിൽക്കുന്നതെന്ന് നമുക്ക് തോന്നാം. അവരുടെ യാത്രകൾ, അവരുടെ നിത്യജീവിതം ഒക്കെ ഇതുമായിട്ട്, അതായത് ഈ നാട്ടുകാരുടെ ഈ ആലപ്പുഴക്കാർക്ക് ഈ വെള്ളം ഇല്ലാതെ അവർക്ക് ജീവിക്കാൻ പോലും പറ്റുമെന്ന് എനിക്ക് സംശയം തോന്നി. എല്ലാവർക്കും സ്വന്തമായിട്ടൊരു ബോട്ടുണ്ടാവും, പിന്നെ അവർക്ക് സ്വന്തമായിട്ടൊരു ബോട്ട് ചെട്ടി, അങ്ങനെയൊക്കെയുള്ള ഭയങ്കര നല്ല ഒരു നമുക്ക് ഈ ആലപ്പുഴ റൈഡ് എടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഇവിടുത്തെ ജീവിത രീതികളും അതോടൊപ്പം തന്നെ ഇവരുടെ ഒരു കേരളത്തിൻ്റെ വേറൊരു ഡൈവേഴ്സായിട്ടുള്ള നമ്മുടെ ഒരു കൾച്ചറാണ് കാണുന്നത്. എനിക്കെന്നും കുട്ടനാട് ഒരു അത്ഭുതമായിട്ട് തോന്നിയിട്ടുള്ളത് ആഫ്രിക്കയിലെ ലെസോത്തോ എന്ന രാജ്യത്ത് പോയി കഴിഞ്ഞപ്പോൾ
ലോകത്തിലെ ഏറ്റവും ലോവസ്റ്റ് പോയിൻ്റ് ഉള്ള രാജ്യമാണ് ലെസോത്തോ. അന്ന് ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ ഇന്ത്യ എത്ര വ്യത്യസ്തമാണെന്ന്. ഇന്ത്യക്ക് ഏറ്റവും ഹൈ പോയിൻ്റായ ഹിമാലയാസ് ഉണ്ട്, അതുപോലെ തന്നെ കടലിനേക്കാളും താഴ്ന്നു കിടക്കുന്ന നമുക്ക് ആലപ്പുഴയുണ്ട്, നമ്മുടെ കുട്ടനാടുണ്ട്. കടൽ നിരപ്പിനേക്കാളും എന്തിനേറെ ഈസി ആയിട്ട് നോക്കിയാൽ ഈ വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. നോക്കിയ വെള്ളം നമ്മുടെ കൃഷി ചെയ്യുന്ന പാടത്തേക്കാളും താഴ്ന്നാണ് കിടക്കുന്നത്. വെള്ളം പൊങ്ങിയാണ് കൃഷി ചെയ്യുന്ന പാടത്തേക്കാളും പൊങ്ങിയാണ് നിൽക്കുന്നത്. അതാണ് എനിക്ക് ഇവിടുത്തെ കുട്ടനാട് എന്നും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. എന്തൊരു അധ്വാനം ഇവർ ഇതിനു വേണ്ടി ഉണ്ടാവുമായിരിക്കും. ഇവിടെ കൃഷി ചെയ്യാൻ വേണ്ടി അവിടുത്തെ വെള്ളം, ആ കരഭാഗത്തെ വെള്ളം ഈ കനാലിലേക്ക് പമ്പ് ചെയ്ത് അല്ലെങ്കിൽ കായലിലേക്ക് പമ്പ് ചെയ്ത് എന്നിട്ടാണ് അവിടെ കൃഷി ചെയ്യുന്നത്. അത് ഇവിടുത്തെ കർഷകർക്ക് നമ്മളൊരു ഭയങ്കര ബിഗ് എന്താ പറയുക സല്യൂട്ട് കൊടുക്കേണ്ട കേസാണ്. അവരുടെ അധ്വാനത്തെ നമ്മൾ വളരെ ഹൈ ആയിട്ട് കാണുന്നതാണ്. നമ്മൾ ഈ ബോട്ടിൽ പോകുമ്പോൾ കാണുന്ന വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, ഇവിടുത്തെ പാടങ്ങൾ നമ്മുടെ കുട്ടനാടൻ, നമ്മുടെ ഒരു കാലത്തെ നെല്ലറ എന്ന് പറയുന്നത് കുട്ടനാടൻ പാടങ്ങളായിരുന്നു. ഇപ്പോഴും കുറേയൊക്കെ കൃഷികൾ നന്നായിട്ട് തന്നെ ഇവിടെ ചെയ്യുന്നതായിട്ട് കാണാം. പക്ഷേ എനിക്ക് എപ്പോഴും ഇവിടുത്തെ കൃഷി രീതിയിൽ ഇവരോട് എനിക്ക് ഏറ്റവും ബഹുമാനം തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കായൽ ശരിക്കും പറഞ്ഞാൽ ഈ പാടങ്ങളെക്കാളും ഉയർന്നു നിൽക്കുന്ന സ്ഥലത്താണ്. എന്നിട്ട് ആ താഴ്ന്ന സ്ഥലത്താണ് ഇവർ കൃഷി ചെയ്ത് നമുക്ക് വേണ്ടി ഈ നെല്ല് വിളയിച്ചെടുക്കുന്നത്. അതിൻ്റെ പിന്നിൽ അധ്വാനം സമ്മതിക്കാതിരിക്കാൻ പറ്റിയല്ല. കുട്ടനാട്ടിൽ എല്ലായിടത്തും പണ്ട് യാത്ര ചെയ്തപ്പോഴും അവർ വലിയ പമ്പ് വെച്ച് ഈ കരഭാഗത്തു നിന്നുള്ള വെള്ളം ഈ കനാലിലേക്ക് തള്ളി എന്നിട്ട് അത് കരയാക്കി നിർത്തി ആവശ്യത്തിന് വെള്ളം നിർത്തിയാണ് അവിടെ കൃഷി ചെയ്യുന്നത്. അത് എപ്പോഴും എനിക്കൊരു അത്ഭുതമായിട്ട് ഇവരെങ്ങനെ ഇത് എത്ര ബുദ്ധിമുട്ടിയായിരിക്കും ഇങ്ങനെ ഇത് ചെയ്യുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നോക്കി നിൽക്കുമ്പോൾ തന്നെ പല മുഴുപ്പിലുള്ള ബോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് കേട്ടോ. 2-3 നിലകളുള്ളത്, ഒത്തിരി 3-4 പേർക്ക് മുറികളുള്ളത് ടൈപ്പ് തൊട്ട് അതിൽ കൂടിയ മുറികളുള്ള ടൈപ്പ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ മത്സരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. അതോടൊപ്പം തന്നെ സ്പീഡ് ബോട്ട് സർവീസുകൾ വരുന്നുണ്ട് കേട്ടോ. അവരും ഞങ്ങളോട് അപ്രോച്ച്, ഞങ്ങളുടെ ബോട്ടിലുണ്ടായിരുന്ന കുറച്ച് പേര് സ്പീഡ് ബോട്ടിലൊക്കെ കയറി ഇവിടെ തന്നെ റൈഡ് എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ സ്പീഡ് ബോട്ട് എടുത്തില്ല. എന്ന് വെച്ചാൽ ഇന്ന് വൈകുന്നേരത്തേക്ക് ഞങ്ങൾ എനിക്ക് 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു, സ്പീഡ് ബോട്ട് വേണോ അല്ലെങ്കിൽ കനാൽ. ഞാൻ കുറച്ചും കൂടെ നേച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു എക്സ്പീരിയൻസ് മാരിന് കൊടുക്കാൻ വേണ്ടി ഞാൻ കനാൽ റൈഡ് എടുക്കാം എന്ന് വിചാരിച്ചു. അതപ്പോൾ സൺസെറ്റ് ടു കനാൽ റൈഡ് എന്ന് പറഞ്ഞൊരു ബ്യൂട്ടിഫുൾ റൈഡ് ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ മെല്ലെ ഒരുങ്ങി ഈ ട്രിപ്പ് കഴിഞ്ഞ് മെല്ലെ സ്നാക്സൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ കനാൽ റൈഡൊക്കെ എടുക്കാനുള്ള പ്ലാനിലാണ്. കുറേ കാലം കൂടി നാട് കാണുന്നതുകൊണ്ടാണോ എന്താണോ എന്നറിയത്തില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ആ ഭംഗി, ആ സൺസെറ്റും തെങ്ങുകളും മറഞ്ഞു പോകുന്ന ആ ചുമന്ന സൂര്യനുമൊക്കെ എന്നെ ശരിക്കും എന്താ പറയുക, ആ കുട്ടനാട് ഒരു മലയാളി എന്ന നിലയിൽ അഭിമാനം തോന്നുന്ന ഒരു സംഭവമാണ്. ഞാൻ ഈ അടുത്ത് യൂട്യൂബ് വ്ളോഗേഴ്സിനെയൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. എന്തോരം ഫോറിൻ യൂട്യൂബ് വ്ളോഗേഴ്സാണെന്നറിയോ നമ്മുടെ നാട്ടിൽ വന്ന്. നമുക്ക് അഭിമാനം തോന്നും. കേരളത്തിനെക്കുറിച്ച് എല്ലാവർക്കും നല്ലത് കൂടുതലും അവർ റിവ്യൂ കൊടുക്കുന്നത്. നോർത്ത് ഇന്ത്യയിലൊക്കെ യാത്ര ചെയ്തതിന് ശേഷമാണ് അവർ കേരളത്തിൽ വരുന്നത്. അപ്പോൾ അവരൊക്കെ ഈ കുട്ടനാടിനെക്കുറിച്ചും ഇവിടുത്തെ ഇതിനെക്കുറിച്ചും എപ്പോഴും നല്ല ഒത്തിരി വീഡിയോസ് ചെയ്യുന്ന കാണുമ്പോൾ ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. പക്ഷെ ശരിയാട്ടോ, ഇപ്പോൾ മാരിയൻ പറയുന്നത് കേട്ടപ്പോൾ നിങ്ങൾ എന്ത് ബ്ലെസ്ഡാണ്, എന്ത് ബ്യൂട്ടിഫുള്ളാണ് ഈ പ്രദേശം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അപ്പോഴാണ് അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാവുന്നത്. ഹലോ, ഞങ്ങളുടെ എക്സ്പെഡിഷൻ അങ്ങനെ എവിടെ വന്നിരിക്കുകയാണ്? ആലപ്പി. യെസ്. അപ്പം ആലപ്പുഴയിലെ ബോട്ട് റൈഡൊക്കെ ആയിട്ട് ഞങ്ങളുടെ ട്രിപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോർത്ത് ഇന്ത്യ തുടങ്ങി നമ്മൾ സൗത്ത് കവർ ചെയ്ത് ഇപ്പോൾ കേരളയിലുള്ളത്. ആലപ്പുഴയിലെ ഹൗസ് ബോട്ടും പരിപാടിയൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ചെറിയൊരു കനാൽ ടൂർ എടുത്തേക്കുവാണ്. സൺസെറ്റൊക്കെ ആംബിയൻസ് വെച്ച് കനാൽ ടൂറൊക്കെ എടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാണെങ്കിലും കഴിഞ്ഞ ഒരു 5 ആഴ്ച പോയത് ഞങ്ങൾ അറിഞ്ഞില്ല. അത്ര സ്പീഡായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയി. ആൻഡ് ഇറ്റ്സ് ഓൾമോസ്റ്റ് ടൈം ടു എൻഡ് അവർ ട്രിപ്പ് ആക്ച്വലി. ആൽബർട്ടിനോ കേരളത്തിൽ ഇത് അവസാനിപ്പിക്കാനും കേരളത്തിൻ്റെ നമ്മുടെ ആലപ്പുഴയുടെ ബ്യൂട്ടിയൊക്കെ എല്ലാവരുമായിട്ട് കാണിച്ചു കൊടുക്കാനും പറ്റുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. അപ്പം ഞങ്ങളുടെ ഫുൾ വീഡിയോസുമായിട്ട് നിങ്ങൾ കാണുന്നുണ്ട്, ഞങ്ങളുടെ ഒപ്പം യാത്ര ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ സന്തോഷം. നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും അതിയായ നന്ദി. താങ്ക് യു. With regards to? Evening boat ride. I've got a headache. That's all I can think of. I'm sorry. അപ്പം ഞങ്ങൾ ഒരു ഈവനിങ് ബോട്ട് റൈഡ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. മാരിന് നല്ല ഹെഡേക്ക് ഉണ്ട്, പക്ഷേ എന്നാലും ഷീസ് ട്രൈങ് ടു ജോയിൻ മീ. ദാറ്റ്സ് ഗുഡ്. നോ, ദിസ് ഇസ് എ നേച്ചർ തെറാപ്പി. സോ ഐ എം ട്രൈങ് ടു ഹീൽ യുവർ ഹെഡേക്ക് വിത്ത് ദ നേച്ചർ. The nature of Alapi. I'm grateful.
Yeah, I'm grateful. ഞാൻ എൻജോയ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് സന്തോഷം മാരിയനെ ഇവിടെ കൊണ്ട് കാണിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ്. നമ്മുടെ നാടിൻ്റെ ഭംഗിയും അതൊക്കെ മാരിയനെ കാണിച്ചു കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് നമ്മളെയൊക്കെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇത്രയും ദിവസം പോയത് ഞങ്ങൾ അറിഞ്ഞില്ല. ഞങ്ങൾ ഡേറ്റ് ഒക്കെ കൗണ്ട് ചെയ്യുന്നത് തന്നെ മറന്നുപോയി. അത്രയ്ക്കും പെട്ടെന്നായിരുന്നു ദിവസങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ കേരളത്തിൽ അവസാനിപ്പിക്കാൻ പറ്റിയതിലും കേരളത്തിൽ ഈ ബ്യൂട്ടിയൊക്കെ കാണിച്ച് നല്ലൊരു ഈവനിങ് റൈഡൊക്കെ നടത്താൻ പറ്റുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് ത്രൂ ഔട്ട് ദ ട്രിപ്പ് തന്ന സപ്പോർട്ടിന് ഒത്തിരി നന്ദി. താങ്ക് യു ഓൾ. അങ്ങനെ കായൽ റൈഡ് ഞങ്ങൾ കായലിൻ്റെ നടുക്കോട്ട് ചെല്ലുമ്പോഴേക്കും കായൽക്കര എന്ന് പറഞ്ഞൊരു ഡെക്കുണ്ട്. അതായത് ഈ പറയുന്ന ചെറിയ ബോട്ടുകാരെല്ലാം വന്ന് ലാൻഡ് ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക് ഇവിടെ വന്ന് ഞങ്ങൾ ഇവിടെ ആ ഡെക്കിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്താം. ചെറിയ നാടൻ ടേസ്റ്റുകൾ രുചിയൊക്കെ അറിയാനുള്ള അവസരമുണ്ട്. അത് മാത്രമല്ല ഇവിടെ നിന്നുള്ള ഒരു നമുക്ക് ഇങ്ങനെ കായലിൻ്റെ നടുക്കായിട്ട് നിന്ന് ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കണ്ട് സൺസെറ്റൊക്കെ കണ്ട് ആസ്വദിക്കാം. അപ്പോൾ മാരിയനും ഈ സ്ഥലം ഇങ്ങനെ ഇത്ര അടിപൊളി, അവർക്കും അവളുടെ ഒരു എക്സൈറ്റ്മെൻറ്റ് ആ സ്ഥലത്തെക്കുറിച്ചും. അപ്പോൾ ആലപ്പുഴ വന്നപ്പോൾ ഞങ്ങൾ ഇച്ചിരി പൈനാപ്പിളും നമ്മുടെ നാടൻ രുചിയൊക്കെ ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമായിരുന്നു. How did you find? Nice with the spices. ഞാൻ ഇച്ചിരി മാങ്ങ എടുത്തത്. That you like the pineapple more? Pineapple adra? A mango doesn't feel like it's ripe. No, it's not. It's a raw one, not the ripe one. ആഹാ, എന്താ പുളി, അടിപൊളി. പുളിയും എരിവും എല്ലാം കൂടെ കൂടിയൊരു മാങ്ങയുടെ അടിപൊളി. അപ്പോൾ ഡിന്നറിനോടനുബന്ധിച്ച് ഞങ്ങൾക്കൊരു കരോക്കയും ഒക്കെ ആയിട്ട് ലോക്കൽസും പിന്നെ കൂടുതൽ നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു ബോട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ അവർ ഹിന്ദി പാട്ടുകളൊക്കെ ആയിട്ട് മാരിനത് കണ്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ്. മാരിയൻ വിചാരിച്ചു ഞാനും പാടിയിട്ടേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് മാരിയൻ ഒരു പാട്ടൊക്കെ പാടി. എന്നാണെങ്കിലും കുറച്ച് പിള്ളേരുടെ ഡാൻസും ഒക്കെ ആയിട്ട് ആ രാത്രി അടിപൊളിയായിട്ട് ഒരു പ്രത്യേക എക്സ്പീരിയൻസ്. മാരിയൻ ശരിക്കും അത് എൻജോയ് ചെയ്തു കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നമ്മുടെ കൾച്ചറുകളൊക്കെ അറിയാനുള്ളൊരു അവസരമായിരുന്നു. Mighty glad I stay. Guess I'm on my way. I'm mighty glad I stay. അങ്ങനെ വീണ്ടും ഒരു പുതിയ ദിവസം ആലപ്പുഴയോട് വിട പറയാൻ സമയമായി. മാരിയൻ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഒരുങ്ങി ഇനിയുള്ള ദിവസങ്ങളിലെക്കുറിച്ച്. ഇനിയിപ്പോൾ ഞങ്ങൾ പത്തനംതിട്ടയ്ക്കുള്ള യാത്രയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി മുകളിലോട്ട് പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്കുള്ള യാത്ര തുടരും. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഉള്ള ബാക്ക്ഗ്രൗണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല. മോർണിംഗ് ഒരു റൈഡും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ആ മോർണിംഗ് കുറേ കൂടെ നല്ല ഫോട്ടോസും ഒക്കെ എടുത്ത് നല്ല കുറച്ച് ഫോട്ടോസും ആ മോർണിംഗ് റൈഡും കൂടെ ആസ്വദിച്ച് ആലപ്പുഴയോട് വിട പറയണമല്ലോ എന്ന് വലിയ വിഷമത്തിലാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ പോകുന്നത്. അത്രയ്ക്കും രസമുള്ളൊരു സ്റ്റേ ആയിരുന്നു കേട്ടോ ആലപ്പുഴ. അങ്ങനെ ആലപ്പുഴയോട് വിട പറയുകയാണ്. അങ്ങനെ ആലപ്പുഴ കാണിക്കണം എന്നുള്ള ആഗ്രഹം എനിക്ക് നടന്നു. മാരിയൻ, ഹൗ വാസ് Alapi? It was awesome. It's an experience. I must say the other guests on the boat were just as entertaining as we were. Okay. Participated in the karaoke evening. The kids, there was a few kids, very few. They enjoyed themselves. What else is there to say? It is a must do when you're here. So otherwise you're going to miss out a lot. And the weather? How's the weather? The weather is perfect. It's not cold, it's not hot, it's just perfect. Okay. അപ്പോൾ നമ്മൾ മെല്ലെ വണ്ടിയിലെടുത്ത് പോവുകയാണ്. നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു തീരുമ്പോഴേക്കും നമ്മൾ ചങ്ങനാശ്ശേരി എത്തി. പക്ഷെ ഒരു കാര്യം പറയണം കേട്ടോ, ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് ഒത്തിരി നന്നായി. നല്ല ഒന്നാമത് അത് നല്ല സ്ട്രെയിറ്റ് റോഡാണ്. ആലപ്പുഴ വിട്ട് കഴിഞ്ഞാൽ ഒന്ന് ചെറിയൊരു ബെൻഡോ മാത്രമേ ഉള്ളൂ. ഓൾ ദ വേ ചങ്ങനാശ്ശേരി വരെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്ന റോഡാണ്. ഇപ്പോൾ അതിൻ്റെ പണിയും കൂടെ കഴിഞ്ഞപ്പോഴേക്കും സ്മൂത്തായി. അപ്പോൾ ഞങ്ങളുടെ പുതിയ ദിവസം സ്മൂത്തായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ചങ്ങനാശ്ശേരിയിലെ വിശേഷമൊക്കെ കാണിച്ച് നമുക്ക് കോഴഞ്ചേരിക്ക് പോകാം.